ബാബു നമുക്കെതിരായി. ആ പെണ്ണിന്റെ തൊലിവെളുപ്പിൽ അവൻ മയങ്ങിക്കാണും. അങ്ങനെ മയങ്ങാൻ പാടില്ലല്ലോ. ഇനിയിപ്പോഴെന്ത് ചെയ്യും? ഒരാൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ടേപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും എന്നെ ഇതുവരെ അറിയിക്കാത്തത്? ചന്ദ്രനെ കാണാൻ ഇങ്ങോട്ട് പോന്നു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. രാജേട്ടൻ വീട്ടിൽ നിന്ന് എന്നാ പോയത്? വെള്ളിയാഴ്ച. ആവശ്യമില്ലാത്ത ഈ എടാകുടത്തിൽ ചെന്ന് ചാടി വല്ല അപകടം പറ്റി കാണുമോന്ന് എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ചന്ദ്രൻ പറഞ്ഞ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ സമാധാനമായിട്ട് വീട്ടിൽ കഴിയാമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും വീട്ടിലേക്ക് പോയിക്കുള്ളൂ. ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആളെ ഇന്ന് തന്നെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചേക്കാം. പോരെ? അത് മതി. എന്നാ പോയിക്കുള്ളൂ. ഇനി ഇവിടെ കഴിയുന്നത് അപകടമാണ്. നിന്റെ ശവം കാണാൻ ഒരു പെൺപുലി തിടുക്കം കൂട്ടുന്നു. ആയിഷു, പേടിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നീനൊരു കാര്യം ചെയ്യും, സാധനങ്ങളെല്ലാം എടുത്ത് കടൽ തീരത്തേക്ക് വന്നോളൂ. ഞാൻ ഒരു ബോട്ട് ഏർപ്പെടുത്തിട്ട് വരാം. വഴി തെറ്റിയോ? മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. നോക്കൂ, നമ്മൾ മാത്രം ഒരു തോണിയിൽ സഞ്ചരിക്കേണ്ടവരാണ്. മറ്റൊരാളെ അത് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവളൊരു പാവം അനാഥയായ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ഈ ദയ എന്നു മുതലുണ്ടായി? എന്താ കശാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഞാൻ അലി ഏർപ്പാട് ചെയ്യാം. നമ്മൾ പല വിളക്കുകൾ ഊതിക്കെടുത്തി. ഇനി വയ്യ. ബാബു, ഒരമ്മയുടെ സ്നേഹം തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അടുത്തെത്തിക്കുന്ന നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തോട്ടെ, പ്ലീസ്. നിൽക്കണേ. എങ്ങോട്ടാ? അറിഞ്ഞിട്ടെന്ത് വേണം?
ഭ്രാന്തുണ്ടോ? ഉണ്ട്. പട്ടാളത്തിൽ നിന്ന് കിട്ടിയതാ. ഒരുണ്ട കയറി. ഇത് മാറത്തില്ല. അടുത്ത യുദ്ധം വന്നാലേ മാറത്തുള്ളൂ. ഈ താടി നിന്റെ സ്വന്തമാണോടാ? അല്ല, ഇമ്പോർട്ടാ. അപ്പൊ ഞാൻ നിന്നെ എക്സ്പോർട്ട് ചെയ്ത് തരാം. വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ഓ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ സാറേ, കഥയുടെ ക്ലൈമാക്സ് മാറിപ്പോയെന്ന്. ആശാൻ എന്നോട് ക്ഷമിക്കണം. ആശാന്റെ അടുത്ത് നിന്നും അന്ന് ഒളിച്ചോടിപ്പോന്ന ഭാവമല്ല ഞാനിപ്പോ. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. വരൂ. ഹലോ, രജനി ഹിയർ. ഞാൻ മസൂറാണ്. ചേട്ടൻ മാലിന്യ എപ്പോഴെത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. രജനി, കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാണ്. കഴിയും വേഗം നമുക്കിവിടെ ഒരു സ്ഥലം വിടണം. എന്തുണ്ടായി ചേട്ടാ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ബേനി അവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യും ചേട്ടാ? മേനോനെ എങ്ങനെയെങ്കിലും കൊന്ന് അവിടെയുള്ള പണം മുഴുവൻ എടുത്തോണ്ട് നീ ഉടനെ ഇവിടെ എത്തണം. അദ്ദേഹത്തെ കൊല്ലാനോ? അത് എനിക്ക് പേടിയാണ് ചേട്ടാ. പേടിച്ചോണ്ടിരുന്ന നമ്മൾ എല്ലാവരും അകത്താവും. എങ്ങനെയാണ് മേനോൻ അദ്ദേഹത്തെ കൊല്ലണ്ടെന്ന് ചേട്ടനൊന്ന് പറഞ്ഞു തരൂ. കൊല്ലേണ്ടത്. നിന്റെ കഴുത്തിൽ താഴെ കിട്ടിയ നിന്നോട് ഇത്രയും നാൾ കഴിഞ്ഞ എന്നെ ഈ വീട്ടിൽ വെച്ച് കൊല്ലാൻ നീ വഴികേടുകയാണ് അല്ലേ? അവയില്ലാത്തതിന്റെ മോക്ക് ഒരു സംരക്ഷണം ഉണ്ടാക്കുമെന്ന് കരുതിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. പക്ഷേ നീ ഒരു അസുരവിത്താവെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്നേഹം നിറഞ്ഞ ഒരു അമ്മയുടെ മുഖം കൂടി അറിഞ്ഞുകൊണ്ട് നീ നന്ദി കുളിച്ചു. ഞാൻ പട്ടിയെപ്പോലെ വിളക്കുന്ന ഇറപ്പാറിയാണ് നിന്റെ സഹോദരന് ഞാനറിയാതെ നീ സംരക്ഷണം നൽകി. അവന് പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പാവപ്പെട്ട എന്റെ മകളെ ഭീഷണിപ്പെടുത്തി നീ ബലിയാണാക്കി. ഒടുവിൽ അവളെ കൊല്ലാൻ നീ ഏർപ്പാട് ചെയ്തു. പക്ഷെ ഈശ്വരൻ എന്റെ ഭാഗത്താണടി. ഇതാ എല്ലാ വീടും കാണിച്ച് അവൾ എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. നീ ഒരുക്കിയ കെണിയിൽ നീ തന്നെ അകപ്പെട്ടു. ബാംഗ്ലൂരിലെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ട് പോന്ന എന്റെ മകളുടെ കുഞ്ഞിനെ നീ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്നൊരു അപേക്ഷ അനുസരിച്ച് നീ അറിയാതെ ആ കുഞ്ഞിനെ അവർ ഇവിടുത്തെ അനാഥാലയത്തിൽ എത്തിച്ചു. നിന്റെ കണ്ണിൽ പെടാത്തതുകൊണ്ട് ഇന്നും ജീവനോടിരിക്കുന്ന ആ കുഞ്ഞാടി ഇനി എന്റെ സ്വത്തിന് മുഴുവൻ അവകാശം. സാർ, അങ്ങാണോ ഗിരിജാവല്ലഭമേനോൻ? അതെ, അങ്ങ് മേറ്ററിന് ഫോൺ ചെയ്തിരുന്നു. അതെ. ഇതാണ് സാർ മിനി, അങ്ങയുടെ മകളുടെ കുട്ടി. മിനി, ഇതാണ് മോളുടെ മുത്തച്ഛൻ. ചെല്ല്. മോളെ, മോളെ. ടീച്ചർ, വളരെ നന്ദി. ഇനി ഇവളുടെ ചുമതല എനിക്കാണ്. ക്ഷമിക്കണം സാർ, അങ്ങ് ഫോൺ ചെയ്തനുസരിച്ച് കുട്ടിയെ കാണിക്കാൻ കൊണ്ടുവന്നാണ്. അമ്മ വന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അനാഥാലയത്തിൽ നിന്ന് വിട്ടുതരുള്ളൂ. ഈ കാണുന്ന സ്വത്തുക്കൾക്കെല്ലാം അവകാശിയായ എന്റെ മിനിയെ ഞാൻ ഈ അനാഥാലയത്തിലേക്ക് അയക്കണോ? വേണ്ട, നമുക്കവളെ നരകത്തിലേക്ക് അയക്കാം. അങ്ങ് പട്ടിയെപ്പോലെ വെറുക്കുന്നു എന്ന് പറഞ്ഞ അതേ മധുസൂദനൻ തന്നെ എന്നെ പിടിച്ചു കൊടുത്താൽ 50,000 രൂപ സമ്മാനം കിട്ടും. എന്താ, ഒന്ന് നോക്കുന്നോ? അറിയോ? അല്ല, ക്ഷമിക്കണം. എന്നെയും എന്റെ പെങ്ങളെയും നിങ്ങൾ പോലീസിൽ എത്തിക്കാൻ പോവില്ലേ? അതിനു മുമ്പ് നമുക്കിതിനെ കണക്കുകൾ പറഞ്ഞു തീർക്കാറുണ്ട്. കണക്കുകളോ? അതെ, കൊല്ലും കൊലയുടെ കണക്കുകൾ. അത് ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയായിരിക്കില്ല. നമുക്കെല്ലാവരും കൂടി എന്റെ സംഘത്തിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. വരും, വരും. ഇവരെ ഇവിടെ
മര്യാദയ്ക്ക് ശബ്ദമുണ്ടാക്കാതെ എല്ലാവരും പോയി വണ്ടിയിൽ കയറ്. സാറേ, ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഇവിടെ നിന്നും രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാനുള്ള അന്ത്യശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പോലീസ് ഞങ്ങളെ നേർപോലെ പിന്തുടരുകയാണ്. അതുകൊണ്ട് ആ പത്രം കൊടുക്കൂ. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും രജനിയുടേവർക്ക് ഇഷ്ടദാനം കൊടുത്തതായി അതിലെഴുതി ഒപ്പിട്ട് തരണം. ഇല്ല, എന്റെ സ്വത്തുക്കൾ ചില കാശ് പോലും ഞങ്ങൾ കൊടുക്കില്ല. അമിതമായി പണം ആര് വാരിക്കൂട്ടിയാലും ആപത്താണ് സാറേ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണമെല്ലാം കൂടെ കൊണ്ടുപോകുമോ? നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാൻ 5 നിമിഷം തരുന്നു. 5 വർഷം വന്നാലും എന്റെ തീരുമാനം മാറില്ല. ഓൾറൈറ്റ്, ഗുഡ് ബൈ. മേനോൻ സാർ പോയ സ്ഥിതിക്ക് ഇനി ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് അപകടമാണ്. കുഞ്ഞിനൊന്നും ചെയ്യരുത്. ഇല്ല, എന്നെ കൊന്നതിന് ശേഷമേ കുഞ്ഞിനെ തൊടാൻ നോക്കൂ. സ്റ്റേഷനിലേക്ക് അയച്ചു. യെസ് സർ. മിസ്റ്റർ മേനന്റെ സ്ഥിതി എന്താ? അപകടം ഇല്ലെന്ന് തോന്നുന്നു. മേനൻ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ മകളെയും ഉടനെ അവിടെ വരാൻ ഏർപ്പാടിക്കും. ഈ കുഞ്ഞിനെ കൂടി മേനോടൊന്ന് ചായക്കൂ.
പോലും നിങ്ങൾ ഈ വിവരം പറഞ്ഞില്ലല്ലോ. സർവീസിലെ കാലാവധി കഴിഞ്ഞപ്പോ എനിക്ക് CBI ഉദ്യോഗം കിട്ടി. ആദ്യമായി കിട്ടിയ ചുമതല ഈ കള്ളക്കടത്ത് സംഘത്തെ പിടികൂടാനായിരുന്നു. അത് വിജയപൂർവ്വം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. നിങ്ങളെ കാണുന്നില്ലെന്ന് ഞാൻ പോയി പറഞ്ഞിട്ട് ചന്ദ്രൻ പോലും ഇക്കാര്യം എന്നോട് ഒളിക്കായിരുന്നു. അതാണ് പോലീസിന്റെ അച്ചടക്കം. സ്വാധീനമില്ലാത്ത ഈ ഒരു കൈയും വെച്ച് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്തു? ഈശ്വരാനുഗ്രഹത്താൽ എന്റെ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല. ഒരു കൈയില്ലാത്തവനെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കില്ലെന്ന് കരുതി ഒരു തന്ത്രം പ്രയോഗിച്ചത്. ഇതാ ക്ഷമിക്കണം മിസ്റ്റർ തമ്പുരാൻ, എന്നെ ഈ വേഷത്തിൽ കാണേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്താണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. എന്നെ കെണിയിൽ വീഴ്ത്താൻ നിങ്ങൾ എല്ലാവരും എല്ലാ കഴിവുകളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ കേരളത്തിലെ പോലീസിന് നിങ്ങളെക്കാൾ കഴിവുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായിരിക്കുമല്ലോ. ഇവരെ റിമാൻഡ് ചെയ്യിച്ചില്ലേ? യെസ് സർ. എന്നാൽ ഇവരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിക്കുള്ളൂ. പ്രഭാകരൻ നായർ, മേനോൻ ചേട്ടൻ എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു മേനോൻ ചേട്ടൻ? എന്റെ വേദനയൊക്കെ മാറി. രക്തം ധാരാളം പോയതുകൊണ്ട് എനിക്ക് ഭയമായിരുന്നു. സാറേ, എനിക്കൊരു മൃതസഞ്ജീവിനിയെ കിട്ടി, എന്റെ കൊച്ചുമോള്. ഇവളുടെ കൂടെ സന്തോഷമായിട്ട് കുറച്ചാൾ കഴിയാതെ ഇനി ഈശ്വരൻ വിളിച്ചാലും ഞാൻ പോവില്ല. അതങ്ങോട്ട് കൊടുത്തേക്കൂ. ഇത് നമ്മുടെ പ്രാപ്തല്ലേ? ഏമാന്റെ ഉത്തരവനുസരിച്ച് ഈ കേസ് അന്വേഷണത്തിന് ഞാൻ പ്രാപ്തരായിരുന്നു. ഇനി മാർക്ക് ലിസ്റ്റ് തിരിച്ച കേസിന് വേറെ പേരാ. അത് നാളെ മുതൽ സ്വീകരിക്കും. അതെന്ത് പേരാടോ? എന്ന് വെച്ചാൽ